ബാല പറഞ്ഞു നാക്കെടുത്തില്ല. ആരാ വരുന്നത് നോക്കേ. മോളുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇന്നും കൂടി മോളെ കണ്ടില്ലെങ്കിൽ അച്ഛൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. നിന്റെ പിണക്കം മാറ്റി കൂട്ടിക്കൊണ്ടുവരാൻ. ഞാൻ പോയിട്ട് അച്ഛനൊന്ന് വിളിച്ചില്ലല്ലോ. പോകാൻ കാരണം എന്താണെന്നെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു. എടി അശ്വതി, ഈ വീട്ടിൽ നിന്ന് ആരിറങ്ങിപ്പോയാലും നിന്റെ അച്ഛൻ ഒരു കുഴപ്പമില്ല. ഇവിടെയുള്ള മറ്റാരെയും കണ്ണി പിടിക്കില്ലല്ലോ. പെങ്ങടെ മോളും അവളുടെ ഭർത്താവും മാത്രം മതി എന്നുള്ള ചിന്തയാ. നിന്റെ സാരിത്തുമ്പിൽ വളർന്നിട്ടും സ്വഭാവം നിന്റേതാകാത്തത് അശ്വതിക്കും അനുവിനാ. ഓ എന്റെ മക്കളെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അശ്വ ചേച്ചി, ചേച്ചി ചേച്ചി, നീ എന്തിനാ എന്റെ അടുത്ത് വരുന്നേ? നിന്റെ ശല്യം സഹിക്കാൻ വയ്യാതാ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അശ്വതി, അച്ഛനൊന്നും പറയണ്ട. നിങ്ങളോടൊന്നും ഉള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ തിരിച്ചു വന്നത്. എനിക്കും രമേശ് ചേട്ടനും എന്നും അവഗണനകളാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. എന്നും നിങ്ങളുടെ പരിഹാസം കേട്ടു തന്നെയാ ഞാൻ രമേശ് ചേട്ടൻ്റെ കൂടെ ജീവിച്ചത്. വീണ്ടും പരിഹാസം കേൾക്കാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല, എന്റെയും രമേശ് ചേട്ടന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവർ പറയുമ്പോ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായി. നിന്റെ അഭ്യൂഹകാംക്ഷികള് ഈ നിൽക്കുന്ന രണ്ടെണ്ണം ആയിരിക്കും. ഇവരുടെ വാക്ക് കേട്ട നിന്റെ രമേശിന്റെ അധോഗതിയാ. അതോർത്താ നിനക്ക് നല്ലത്. അമ്മ അരവിന്ദ് പറഞ്ഞിട്ടല്ല ഞാൻ വന്നത്. പിന്നെ മാഡം പറഞ്ഞിട്ടാണ് അച്ചുക്കുട്ടി വന്നത്. സന്തോഷം. ഞാൻ ഇലക്ഷൻ വർക്കിന്റെ തിരക്കിലായിരുന്നു. വോട്ടർ പട്ടിക ചെക്ക് ചെയ്യുന്ന പരിപാടി. അതിൽ നിന്ന് എന്റെ ഏതെങ്കിലും വോട്ടർ ഒഴിവായെന്ന് നോക്കണ്ടേ? പഞ്ചായത്ത് ഇലക്ഷൻ ആവുമ്പോ ഓരോ വോട്ടും ജയപരാജയങ്ങൾ തീരുമാനിക്കുമല്ലോ. അപ്പൊ എനിക്ക് സീറ്റ് വാങ്ങി തന്ന മാഡത്തിന്റെ അഭിമാനം കാക്കണ്ടേ? രമേശേട്ടാ, ആദ്യം കുടുംബം, പിന്നെ നാട്. കുടുംബത്തിലുള്ളവരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാട് എങ്ങനെ നന്നാക്കാൻ പറ്റും? അത് കറക്റ്റ്. എന്റെ പൊന്നേ, എന്റെ മോക്കെങ്കിലും തോന്നിയല്ലോ ഇവളെ കൂട്ടിക്കൊണ്ട് വരാൻ. അശ്വതി ഇവിടുന്ന് പോയപ്പോ മുതൽ എന്റെ നെഞ്ച് നീറുമായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനും അരവിന്ദും കൂടെ ചെന്ന് വിളിച്ചോണ്ട് വരാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഉള്ളിലൊരു പേടി, എന്നോടും അരവിന്ദിനോടും ഇവളെ എങ്ങനെ പെരുമാറുമെന്ന്. ഞങ്ങളോട് ഇവൾക്ക് വെറുപ്പാണല്ലോ. ഇല്ലാക്കഥ പറഞ്ഞും മെനഞ്ഞും അശ്വതിയെ ഞങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കല്ലേ. അമ്മേ, അരവിന്ദേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും മനസ്സിലാക്കാൻ പറ്റിയില്ല. ശ്രേയ പറഞ്ഞപ്പോഴാ ഞാൻ നിങ്ങളോട് ചെയ്ത തെറ്റെനിക്ക് മനസ്സിലായത്. അങ്കിളിന്റെ സ്വന്തം മോളല്ലേ അശ്വതി ചേച്ചി. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എവിടേക്കാ പോയെന്നെങ്കിലും ഒന്ന് അന്വേഷിക്കായിരുന്നു. സാറില്ലേ,
എല്ലാ പിണക്കങ്ങളും മാറ്റി ഞാൻ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ഒരു വീട്ടില് ആരും പിണങ്ങിയിരിക്കാൻ പാടില്ല. എല്ലാവരും ഒരുമിച്ചുണ്ടാവണം. ഇതെന്റെ കുടുംബകാര്യാ. അതിലിടപെടാൻ നിങ്ങളാരാ? അതിനെന്താ അവകാശമുള്ളത്? അവകാശം ഉണ്ടച്ചാ. അരവിന്ദ് താലി കെട്ടാൻ പോകുന്ന പെണ്ണാ ശ്രേയ. ഇപ്പൊ പൂർണ്ണമായിട്ട് അവകാശം ആയിട്ടുണ്ടാവില്ല, പക്ഷെ താമസിക്കാതെ അവകാശം വന്നു ചേരും. അങ്കിളെ, ഞാൻ ഒരു അവകാശത്തിന് വേണ്ടി ചെയ്തതല്ല. ഇനി ഇതെന്റെ തറവാടാവാൻ പോവല്ലേ. കൂട്ടുകുടുംബമല്ലേ മാഷിന്റെ കുടുംബം. അതിലൊരാള് പിണങ്ങി മാറി നിന്നാ അത് മാഷിന് വിഷമാവല്ലേ. മാത്രമല്ല, നാട്ടുകാരറിഞ്ഞ നാണക്കേടും. നാണക്കേട് മാഷിന് മാത്രമല്ല, ഇപ്പൊ എനിക്കും കൂടിയാ. അയ്യോ എന്റെ പൊന്നേ, ഇങ്ങ് വാ. മോളിങ് വാ. ആന്റി, സോറി ആന്റി, ഇപ്പൊ സമയമില്ല. ഓഫീസിൽ കുറെ ജോലിയുണ്ട്. ആ ഇനി കല്യാണ തിരക്കായ ലീവ് എടുക്കണ്ടേ. അതിനു മുന്നേ ചില ജോലികളൊക്കെ ചെയ്തു തീർക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ. ചാരു, ഒരു മിനിറ്റ് ഒന്ന് വന്നേ.